Hello friends, it's me your sister and welcome back to Nishu'S Dreamy world. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊക്കഡമയാണ്. ജപ്പാനീസ് പായൽ പന്തുകൾ എന്നൊക്കെ ഇവയ്ക്ക് പറയപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു തിങ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും, പായലാണ് ഇതിനാവശ്യം. നിങ്ങൾക്കറിയാമല്ലോ, മഴക്കാലത്തൊക്കെ എപ്പോഴും നമ്മുടെ മതിലുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നൊരു സംഭവം തന്നെയാണ് പായൽ. അപ്പോൾ നമുക്കത് പറ്റുന്ന വിധത്തിൽ അതൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആവശ്യത്തിലധികം പായലുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്ക് പായൽ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇനി എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് മണ്ണ്, അതുപോലെ തന്നെ ചകിരിയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആവശ്യത്തിന് കൂടുതൽ ചകിരി എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ചകിരി ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ഒരു കൊക്കഡമ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ കൊക്കഡമ ഉണ്ടാക്കുന്നതിൽ എപ്പോഴും ചാണകം ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചാണകമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചാണകം ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചാണകം എന്ന് പറയുന്നത് നല്ലൊരു ഇത് തന്നെയാണ്, കാരണം നല്ല വളമ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ അതില്ലാതെയൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യണം. വെള്ളം ആവശ്യത്തിന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആവശ്യത്തിലധികം ചകിരി എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ചകിരി ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ചകിരി മാറ്റുന്നതുമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊരു ഉണ്ടയായിട്ടാണ് കിട്ടേണ്ടത്, ഒരു ചളി ഉണ്ടയായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കുറച്ച് ചകിരിയൊക്കെ മാറ്റി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് ചകിരിൻ്റെ അംശം ഉണ്ടായാൽ മതി. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇതാക്കി കൊടുക്കുക. നമ്മൾ കുറേ ചകിരിയൊന്നും മാറ്റുന്നില്ല, ആവശ്യത്തിന് മാത്രമേ മാറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മളിത് അവസാനമായിട്ട് ഇപ്പോൾ നന്നായിട്ട് ഇവിടെ ഒരു ഉണ്ട ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉണ്ട ഷേപ്പിലാക്കി കൊടുക്കാം. നമുക്കിതിൽ ചെടി നടണമല്ലോ, അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ആ സെൻറ്ററിലൊന്ന് കുറച്ചൊരു ചെറുതായിട്ടുള്ളൊരു ഹോളിട്ട് കൊടുക്കാം. നമ്മുടെ ചെടിയുടെ വേര് അതിലേക്ക് കടക്കുന്ന വിധത്തിൽ നിങ്ങൾ ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ നിത്യ കല്യാണിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിലും ഇതിൽ കുഴിച്ചിടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഹാങ് ചെയ്തിടാനും പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടേർട്ടിൽ വൈനൊക്കെ ഇതിൽ കുഴിച്ചിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് ഹോളാക്കി എടുത്തല്ലോ, ഇനി ആ ഹോളൊക്കെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇനിയും അതൊരു നല്ലൊരു ഉണ്ടയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ, അപ്പോൾ അവിടെ നന്നായിട്ട് നല്ലൊരു ഉണ്ടയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് നമ്മുടെ തുണി കൊണ്ട് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തുണി എടുക്കാവുന്നതാണ്. കോട്ടൺ ആണ് നല്ലത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു നൂലും ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തുണി എടുത്തിട്ട് അത് രണ്ടാക്കി മുറിച്ചിട്ടാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. അതിൻ്റെ രൂപം എന്ന് വെച്ചാൽ അതിന്മേൽ നമ്മുടെ തുണി വെച്ചിട്ട് നമ്മുടെ ത്രെഡ് കൊണ്ട് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കണം. ഒരിക്കലും പോരാത്ത വിധത്തിൽ തന്നെ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളെല്ലാതും ഒന്ന് ഫുള്ളായിട്ടൊന്ന് ശരിയാക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ തുണി വെച്ച് കെട്ടിയിട്ട് നന്നായിട്ട് ത്രെഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് ഫിനിഷിങ്ങിനായിട്ട് ഒന്നും കൂടി നമ്മുടെ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടുകയാണ്.
ഇപ്പം നമ്മളെല്ലാതും ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച പായൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് പായൽ ആ ഒരു ഉണ്ടമ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ത്രെഡ് കൊണ്ട് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ എല്ലാതും അങ്ങനെ തന്നെ എല്ലാ പായലും നിങ്ങളുടെ ആ പായലിൻ്റെ അളവ് അനുസരിച്ച് തന്നെ നിങ്ങൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ത്രെഡ് കൊണ്ട് ഫുള്ള് ഒന്ന് കവർ ചെയ്യുക. എന്നാലേ നമ്മുടെ പായൽ പോരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാതും നമ്മളൊന്ന് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം. കൊക്കഡമ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാലവിടെ വെച്ചിട്ട് ഫുള്ളായിട്ട് ത്രെഡ് കവർ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ കൊക്കഡമ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് കണ്ടോ, എല്ലാതും നന്നായിട്ട് നമ്മൾ ത്രെഡ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പായലും നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, എത്ര ഇളകിയാലും നമ്മുടെ ചെടി ഒരിക്കലും താഴത്തേക്ക് ചാടുകയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ട്, നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ടേബിൾ മേൽ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹാളിൽ, ഓഫീസ് റൂമിൽ, ഡ്രോയിങ് റൂമിലൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഫീൽ ആയിരിക്കും. പിന്നെ നിങ്ങൾക്കിത് ഒരു നനയ്ക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് വെള്ളത്തിൽ മുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടെടുത്താൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് നനയ്ക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്കൊരു അർജൻറ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ സൈനിങ് ഔട്ട്, നിഷാന. ബൈ.